അബ്ദുൽ നാസർ മഅദനി ഒരു ചരിത്രമാണ്. ആ മഅദനിക്ക് വേണ്ടിയിട്ട് നാം ഇന്നിവിടെ കേരള സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയുടെ ഒരു ഭാഗത്ത് ഈ കാരാളിമുക്ക് എന്ന പ്രദേശത്തിൽ 100 200 അതിലധികമോ ആളുകൾ ഒന്ന് ചേർന്ന് ഒരു പ്രതിഷേധ റാലിയും അതിനുശേഷം ഒരു പ്രതിഷേധ സമ്മേളനവുമൊക്കെ നടത്തുമ്പോൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്രകാരം പരിപാടികൾ നടത്തപ്പെടുകയാണ്. സത്യത്തിൽ ഇതൊക്കെ മഅദനിയുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പരിപാടികളുടെ ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ ഓളമാണ്. നമ്മുടെ ഈ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ചെറിയ ഓളങ്ങളാണ് ഇപ്പോൾ ഈ കാരാളിമുക്കിന്റെ ഭാഗങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മഅദനിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഈ ചെറിയ ഓളങ്ങൾ കൊണ്ട് ഇവിടെ അവസാനിക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യം മഅദനി വിഷയത്തിൽ ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് അധികാരം കൈയാളുന്നവരുൾപ്പെടെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തണമെന്നാണ്. അതുകൊണ്ട് നാം പറയുന്നു, മഅദനിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാരാളിമുക്കിന്റെ ഭാഗങ്ങളിൽ ഇന്നടിച്ചിരിക്കുന്ന ഈ ചെറിയ ഓളങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കപ്പെട്ട് മഅദനിയുടെ പരിപൂർണ മോചനം നടപ്പിലാക്കപ്പെട്ടില്ല എങ്കിൽ ഈ ഓളങ്ങൾ ആർത്തലയ്ക്കുന്ന കടലലകൾ തിരമാലകളായി മാറി കേരള സംസ്ഥാനത്തിന്റെ തെരുവോരങ്ങളിലേക്ക് സുനാമികളായി ഞങ്ങൾ കടന്നിറങ്ങി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭരണം കൈയാളുന്നവർക്ക് മഅദനിയുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളുടെ തിരമാലകളെ അധികാരത്തിന്റെ ഹുമ്പുപയോഗിച്ചുകൊണ്ട് ഒരിക്കലും പിടിച്ചു നിർത്താൻ സാധ്യമാവുകയില്ല എന്ന മുന്നറിയിപ്പായിരിക്കണം കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് നൽകാനുള്ളത്. ഇശാഇന്റെ ബാങ്കിന്റെ ശബ്ദം നമ്മൾ കേട്ടു. ഇവിടെ ജമാഅത്ത് പ്രസിഡന്റിന്റെ അറിയിപ്പ് വന്നു. ബഹുമാന്യനായ ഇമാം ഉസ്താദുമുണ്ട്. നിസ്കാരം തൽക്കാലം നമ്മൾ ഇശാന് പിന്നീട് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇശാ നിസ്കാരം തൽക്കാലം ഒരൽപ്പുറത്തേക്ക് മാറ്റിവെച്ചു എങ്കിൽ ഇനി ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങിയാൽ അത് വെറും കൈയോടുകൂടി മടങ്ങിപ്പോകാനായിരിക്കില്ല. അബ്ദുൽ നാസർ മഅദനി കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിയിട്ടല്ലാതെ പ്രബുദ്ധ കേരളത്തിന്റെ സമരാഹ്വാനങ്ങൾക്ക് അവസാനമുണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധ്യമാകണം. ഒരു ആവേശോജ്ജലമായ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഇന്ന് മഅദനിയുടെ വിഷയത്തിൽ ഒരു ആവേശം മാത്രമേ ഉള്ളൂ. പലപ്പോഴും സുലൈമാൻ ദാരിമിയോടൊക്കെ ഞാനത് പങ്കുവച്ചിട്ടുണ്ട്. ഒരു വാചക കസറത്തിന്റെ വേദിയാക്കാനുള്ളതല്ല മഅദനിയുടെ പ്രശ്നം. ഒരു പാർട്ടിയുടെയോ സംഘടനയോടോ സമ്മേളനമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയാകാം. പക്ഷേ മഅദനിയുടെ വിഷയം അങ്ങനെ കാണേണ്ടുന്നതല്ല. ഇടതു വലത് രാഷ്ട്രീയ മേലാളന്മാർക്ക് പ്രസംഗ മത്സരം നടത്താനുള്ള വേദികളായി അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടിയുള്ള വേദികൾ മാറ്റപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ നേതാക്കന്മാർക്ക് വന്നിരുന്ന് ഞങ്ങളും എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള വേദികളല്ല. നിഷ്കളങ്കമായി അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, മഅദനി ചരിത്രമാണ്. മഅദനി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ചരിത്രമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കാരാഗൃഹത്തിന് തുല്യമായി നയിക്കുന്ന ജീവിതവും ഒരു ചരിത്രമാണ്. എത്രത്തോളം എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് പേര് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ ജീവാർപ്പണം നടത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും ഇത്രയേറെക്കാലം കേവല വിചാരണ തടവുകാരനായി ഒരാളും ജയിലിൽ കിടന്നിട്ടില്ല. ബഹുമാന്യനായ ഗാന്ധിജി പോലും ഇത്രയും നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. നെഹ്റുവിന് പോലും ഇത്രയും നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ പോലും ഒരു മനുഷ്യൻ ഇത്രത്തോളം പീഡനങ്ങളും യാതനകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പോലും നാം ഒന്ന് നോക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെ മോചനത്തിന് വേണ്ടി ഇത്രത്തോളം സമരങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ കടന്ന 20 വർഷങ്ങൾക്കിടയിൽ ഒരുപക്ഷെ
1000-ഓളം സമരങ്ങൾ അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി നടത്തപ്പെട്ടിട്ടുണ്ടാകും. ഇത് മഅദനി ഒരു PDPയുടെ നേതാവായതുകൊണ്ടൊന്നുമല്ല, മഅദനി ഒരു മുസ്ലിം ആയതുകൊണ്ടോ അദ്ദേഹം ഒരു മതപ്രഭാഷകനായതുകൊണ്ടോ അല്ല. കാരണം നിരപരാധിയായി ജയിൽ ജീവിതം അനുഭവിക്കുന്നത് അബ്ദുൽ നാസർ മഅദനി മാത്രമല്ല. നമ്മുടെയൊക്കെ അറിവിൽ എത്രയോ പേര് ഈരാറ്റുപേട്ടയിൽ കരീം മാസ്റ്റർ എന്ന ഇസ്ലാമിക ചിന്തകനും മതപണ്ഡിതനുമായ ഒരു മനുഷ്യന്റെ 2 മക്കൾ ഷാദുലിയും ഷിബിലിയും 36-ൽ പരം കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷം രാജ്യത്ത് നടത്തപ്പെട്ട പല സ്ഫോടനങ്ങളും 36 കേസുകളാക്കി ആ ചെറുപ്പക്കാരന്റെ മേൽ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വരെ ആ ചെറുപ്പക്കാർക്ക് ഒരു മോചനം ലഭിച്ചിട്ടില്ല. നാം അറിയണം, മാലുവേലിലെ കുഞ്ഞുണ്ണിക്കര എന്ന പ്രദേശത്ത് അൻസാർ നദ്വി എന്നൊരു മതപണ്ഡിതനുണ്ട്. തന്റെ വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും തികയുന്നതിന് മുൻപ് ഭീകരവാദി എന്ന് പറഞ്ഞ അൻസാർ നദ്വിയെ പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ പിതാവാണ് ഏകദേശം നാളുകൾക്ക് മുമ്പ് ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ തന്റെ മകനെ കാണാൻ പോകുന്ന യാത്രയിൽ തളർന്നു വീണ അദ്ദേഹം ആ മാർഗത്തിൽ ജീവാർപ്പണം നടത്തേണ്ടി വന്നത്. ആ അൻസാർ നദ്വിക്ക് തന്റെ വാപ്പയുടെ മരണത്തിന് ശേഷം 25 ദിവസത്തെ ജാമ്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നിയമത്തിന്റെ നൂഴിലകൾക്കിടയിൽ കുരുങ്ങിക്കിടന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. ആ ജാമ്യത്തിന്റെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മലപ്പുറത്ത് സക്കരിയ എന്ന ചെറുപ്പക്കാരൻ, ബിയുമ്മ എന്ന പ്രിയപ്പെട്ട ഉമ്മ, ഓരോ നിസ്കാരത്തിന് ശേഷവും നിസ്കാരപ്പായം നനയുന്ന നിലയിൽ കരഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മകന് വേണ്ടി ദുആ ചെയ്തു. പക്ഷേ ആ ഉമ്മ മകനെ കാത്തിരിക്കുന്ന മാർഗത്തിൽ ആ മാതാവിന് ഇഹലോകവാസം വെടിയേണ്ടി വന്ന അവസ്ഥ. ഇങ്ങനെ നിരപരാധികളായ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. സത്യത്തിൽ അബ്ദുൽ നാസർ മഅദനി ഇവരുടെയൊക്കെ ഒരു പ്രതീകമാണ്. അദ്ദേഹം തന്നെ പറയുന്ന ഏതാ നമുക്കറിയോ? മഅദനിയുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ അമീനുദ്ദീൻ അമാനി വരുന്ന വഴിക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോ അദ്ദേഹം പറയുന്നു, ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മഅദനി ഉസ്താദിനെ കാണാൻ പോയി. ഞങ്ങൾ വല്ലാത്ത ആശങ്കയിലായിരുന്നു ഉസ്താദിന്റെ ആരോഗ്യ കാര്യത്തില്. അങ്ങനെ ഉസ്താദുമായി സംസാരിക്കുമ്പോ, ഉസ്താദിന്റെ രോഗത്തിനെ പറ്റി ചോദിക്കുമ്പോ, ആരോഗ്യത്തെ പറ്റി ചോദിക്കുമ്പോ, കേസിനെ പറ്റി ചോദിക്കുമ്പോ 1-2 വാക്കുകൾ പറഞ്ഞ് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം വാചാലനാകുന്നത് ഇന്ത്യ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളെ പറ്റിയിട്ടാണ്. കാശ്മീരിലെ ജനങ്ങളെ പറ്റിയിട്ടാണ് അബ്ദുൽ നാസർ മഅദനി വാചാലനാകുന്നത്. ആസാമിലെ ജനങ്ങളെ പറ്റിയിട്ടാണ് അബ്ദുൽ നാസർ മഅദനി വാചാലനാകുന്നത്. ഇന്ത്യ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന മുസ്ലിം, ദലിത്, ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ പറ്റിയിട്ടാണ് അബ്ദുൽ നാസർ മഅദനി വാചാലനാകുന്നത്. അദ്ദേഹം പറയുന്നത്, അവരൊക്കെ അനുഭവിക്കുന്ന പീഡനത്തിന്റെ 1000-ൽ-1 പോലും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ, എനിക്കത് വെച്ച് നോക്കുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന, എനിക്ക് മുമ്പ് സംസാരിച്ച സുഭാഷ് എന്ന സഹോദരൻ പല ആവർത്തി മഅദനി എന്ന് പേര് പറയുമ്പോ അദ്ദേഹം അതോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു വാക്ക് നാം ശ്രദ്ധിക്കണം, മനുഷ്യ സ്നേഹിയായ മഅദനി. അദ്ദേഹം അത് പലതവണ മഅദനി എന്ന് പേര് പറയുമ്പോഴൊക്കെ മനുഷ്യ സ്നേഹിയായ മഅദനി എന്ന് പറയാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. സത്യമാണ്, അബ്ദുൽ നാസർ മഅദനി ഒരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കട്ടെ എന്ത് കാര്യമുള്ളത് അല്ലേ? കേരളത്തിന്റെ മതപ്രഭാഷണ വേദികൾക്ക് ഒരു വേറിട്ട മുഖമായിരുന്നു അബ്ദുൽ നാസർ മഅദനി നമുക്ക് സമ്മാനിച്ചത്. പരലോകം മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന, ഖബറും മരണവും മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന മതപ്രഭാഷണ വേദിയിൽ നിർഭയത്വത്തിന്റെ സന്ദേശം അബ്ദുൽ നാസർ മഅദനി നമുക്ക് നൽകി. ഒരുത്തനെയും ഭയപ്പെടാതെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റണമെന്ന വലിയ കാലികമായ സന്ദേശങ്ങൾ അബ്ദുൽ നാസർ മഅദനി നമുക്ക് നൽകി. നീതി നിഷേധത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. മുസ്ലിം മതവേദികളിൽ ദലിത് വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു. കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹു ത്യാഗങ്ങൾ അനുഭവിച്ചപ്പോൾ ആ ബിലാൽ എന്ന കറുകറുത്ത നീഗ്രോടിമയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്ന കറുത്തവർക്ക് വേണ്ടി, താഴ്ന്ന ജനങ്ങൾക്ക് വേണ്ടി, അധസ്ഥിത ജനവിഭാഗക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അബ്ദുൽ നാസർ മഅദനി നമ്മളോട് പറഞ്ഞു. മഅദനി എന്ന ആ യുവ പണ്ഡിതൻ കേരള രാഷ്ട്രീയത്തെ ചില സമയങ്ങളിൽ പിടിച്ചുകുലുക്കിയില്ലേ? കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്താൻ മഅദനി എന്ന ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ലേ? പുഷ്പം പോലെ ജയിച്ചു പോകുമെന്ന് കരുതിയ പല വമ്പന്മാരും അബ്ദുൽ നാസർ
നാസർ മഅദനിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുമ്പിൽ തോറ്റു തുന്നം പാടിയ അവസ്ഥകൾ വന്നില്ലേ? ഇങ്ങനെയൊക്കെ കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് പ്രകമ്പനം കൊള്ളിപ്പിച്ച ഒരു പ്രഭാഷകൻ 990 ഇന്നലകളിൽ അബ്ദുൽ നാസർ മഅദനിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. മഅദനിയെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുക. എന്തിനാണ്? മഅദനിയെ പോലെ ശബ്ദിക്കുന്ന ഒരാൾ ഇവിടെ നിലനിൽക്കാൻ പാടില്ല. സംഘപരിവാര ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കുന്ന അബ്ദുൽ നാസർ മഅദനിയെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് അൻവാർ ഷേരിയിൽ നിന്നിറങ്ങി വരുന്ന അബ്ദുൽ നാസർ മഅദനിയുടെ നേരെ 992 ആഗസ്റ്റ് മാസത്തിൽ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന സംഘപരിവാരന്റെ പ്രവർത്തകർ ബോംബെറിഞ്ഞു മഅദനിയുടെ ശബ്ദത്തെ നിലപ്പിച്ചു കളയാൻ. പക്ഷേ അവിടെയും കഴിഞ്ഞില്ല. 990 മഅദനിയുടെ ജീവിതത്തിൽ വല്ലാത്ത വഴിത്തിരിവുകളായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് കേരളത്തിന്റെ മണ്ണിലൊക്കെയും അബ്ദുൽ നാസർ മഅദനിയുടെ ശബ്ദമാണ് നമ്മൾ ഉയർന്നു കേട്ടത്. ബാബരി മസ്ജിദിന്റെ നീതി നിഷേധ വിഷയത്തിനെതിരെ ശബ്ദമുയർത്തി. ഇവിടുത്തെ സർക്കാരുകളെ ചോദ്യം ചെയ്തു, ഭരണാധികാരികളെ ചോദ്യം ചെയ്തു, അതിന് ഒത്താശ പാടിയവരെ ചോദ്യം ചെയ്തു. ബാബരി മസ്ജിദ് പുനർനിർമ്മിച്ച് നൽകപ്പെടണമെന്ന് അദ്ദേഹം അധികാരവർഗത്തോട് വിളിച്ചു പറഞ്ഞു. പലരും പറയുന്നത് മഅദനി കേരളത്തിൽ വർഗീയത ആളി കത്തിച്ചു എന്ന ആയിരുന്നോ സഹോദരങ്ങളെ? മഅദനി കേരളത്തിൽ വർഗീയത ആളി കത്തിച്ചോ? മഅദനി വികാരപരമായി പ്രസംഗം നടക്കിയോ? ശരിയാ, അബ്ദുൽ നാസർ മഅദനി ഇന്ത്യ രാജ്യത്ത് നീതി പുലർന്നു കാണണമെന്ന നീതിബോധമുള്ള ഒരു പൗരന്റെ വികാരം തന്റെ പ്രസംഗങ്ങളിൽ മഅദനി പ്രകടിപ്പിച്ചിരുന്നു. ഒരു മുസൽമാന്റെ വികാരം അബ്ദുൽ നാസർ മഅദനി തന്റെ പ്രസംഗങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറം പലരും പറയുന്നത് പോലെ പ്രകോപനപരമായ അബ്ദുൽ നാസർ മഅദനി പ്രസംഗിച്ചോ? പ്രകോപനപരമായ അബ്ദുൽ നാസർ മഅദനി ബാബരി മസ്ജിദിന്റെ വിഷയം കൈകാര്യം ചെയ്തോ? അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗം കൊണ്ട് ഒരു മുസ്ലിമും പ്രകോപിതനായി ഒരു അമ്പലത്തെയും തകർത്ത് കളഞ്ഞില്ല. അബ്ദുൽ നാസർ മഅദനി ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് 1000 ബാബരി മസ്ജിദുകൾ പൊളിക്കപ്പെട്ടാലും മക്കളെ ഒരു ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തു നിന്നും ഒരു പിടി മണ്ണുപോലും വാരിയെടുക്കരുത് എന്ന മഅദനിയുടെ വികാരപരമായ പ്രസംഗം കേട്ടാരും അമ്പലം പൊളിക്കാൻ പോയില്ല. തന്നെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച RSSകാരുടെ ഒരു കൊടിമരത്തിൽ പോലും ഒരു മുസൽമാനും കൈവച്ചില്ല. അബ്ദുൽ നാസർ മഅദനിയുടെ പ്രകോപനപരമായ പ്രസംഗം കേട്ടിട്ട് ആരും ഒരു ഹൈന്ദവനെ കൊല്ലാൻ പോയില്ല. മഅദനി ഇവിടെ എന്ത് പ്രകോപനം സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്? അതെ, മഅദനിയുടെ പ്രസംഗങ്ങൾ പ്രകോപനം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഇവിടുത്തെ വർഗീയ തമ്പുരാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങളിൽ അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗങ്ങൾ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു. ഇവിടുത്തെ സവർണ മാടമ്പി തമ്പുരാക്കന്മാരുടെ കൃത്തടങ്ങളിൽ അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗം പ്രകോപനം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഇവിടുത്തെ സവർണ ബ്രാഹ്മണ മേധാവികളുടെ കാൽക്കീടുകളിൽ അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗം പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെട്ടിരുന്നു എന്നതിനപ്പുറം ഇവിടുത്തെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പോലും മഅദനിയുടെ പ്രസംഗം കേട്ടൊരു അക്രമവും ചെയ്തില്ല. 990 ഉമാഭാരതിയുടെ പ്രസംഗം കേട്ടിട്ട് ബോംബെയുടെയും സൂറത്തിന്റെയും മീററ്റിന്റെയും തെരുവോരങ്ങളിൽ കലാപങ്ങൾ അഴിച്ചുവിട്ട് ആയിരക്കണക്കിന് ആളുകളെ സംഘപരിവാരം കൊന്നില്ലേ? അബ്ദുൽ നാസർ മഅദനി അങ്ങനെ ചെയ്തിരുന്നില്ല. ബാൽ താക്കറയുടെ പ്രഭാഷണം കേട്ടിട്ട് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ ചെറ്റക്കൂരയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് അതിക്രൂരമായി അവരെ മാനഭംഗം ചെയ്ത് അത് വീഡിയോ കാസറ്റുകൾ പകർത്തി ഏമാന്മാരുടെ കൊട്ടകൊത്തളങ്ങളിൽ ടിവികളിൽ ഇതിട്ട് കണ്ട് കൈയടിച്ചു പൊട്ടിച്ചിരിച്ചു. അബ്ദുൽ നാസർ മഅദനി അങ്ങനെ ചെയ്തില്ല. എന്നതുപോലെ തന്നെ അദ്വാനിയുടെ പ്രസംഗം കേട്ടിട്ട്, അശോക് സിൻഹാളിന്റെ പ്രസംഗം കേട്ടിട്ട്, പ്രവീൺ തൊഗാഡിയെ പ്രസംഗം കേട്ടിട്ട് ഇവിടെ ഒരുപാട് കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. മഅദനിയുടെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് പോലും ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നമുക്കറിയല്ലോ, കേരളത്തിന്റെ മണ്ണിലും കാസർഗോഡിന്റെ അതിർത്തി പ്രദേശത്തിൽ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന 6-7 വയസ്സുള്ള ഫഹദ് എന്ന പൊന്നുമോൻ, എന്താ അവന്റെ പ്രത്യേകത? അവൻ ഒരു എൻഡോസൾഫാൻ ബാധിതനായിരുന്നു. നല്ലതുപോലെ നടക്കാൻ പോലും പറ്റാത്ത പൊന്നുമോൻ. രാവിലെ മതപഠനത്തിനായി മദ്രസയിലേക്ക് പോകുന്ന പൊന്നുമോനെ ആ ഉമ്മ കുളിപ്പിച്ചൊരുക്കി മദ്രസ പാഠപുസ്തകങ്ങളും നെഞ്ചോടണച്ചു പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് പോയ പൊന്നുമോന്റെ മുന്നിൽ ഊരിപ്പിടിച്ച കത്തിയുമായി ഒരു സംഘപരിവാര പ്രവർത്തകൻ ചാടി വീണു. അവനോടൊപ്പം ഉണ്ടായിരുന്ന അവന്റെ കൂട്ടുകാരൊക്കെ ഓടി ഒളിച്ചപ്പോൾ ഫഹദ് എന്ന എൻഡോസൾഫാൻ ബാധിതനായ വികലാംഗനായ പൊന്നുമോന് അവൻ ഓടിപ്പോകാൻ പറ്റിയില്ല. ആ ഫഹദ് എന്ന പൊന്നുമോനെ മടിയിൽ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ആ സംഘപരിവാര പ്രവർത്തകൻ അവന്റെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ അവൻ മൊഴി കൊടുത്തത് തലേ ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ താൻ കേട്ട ശശികലയുടെ പ്രസംഗത്തിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടിട്ടാണ് താൻ ഇത് ചെയ്തത്. കാരണം
അവനൊരു മുസൽമാനാണ്. അതിലുപരി ഫഹദിന്റെ വാപ്പ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നതുകൊണ്ടാ. ഇങ്ങനെയൊക്കെ പലരുടെ പ്രസംഗങ്ങൾ കൊണ്ടും പലരുടെ പ്രഭാഷണങ്ങൾ കൊണ്ടും പലരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും രാജ്യത്ത് കലാപങ്ങൾ നടത്തപ്പെട്ടു. പക്ഷേ അബ്ദുൽ നാസർ മഅദനി കേരളത്തിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് പ്രഭാഷണ വേദികൾ കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് രാജ്യത്താരെങ്കിലും നിയമം കയ്യിലെടുത്തതിന്റെ ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും ഒരു നിരപരാധിയെ കൊന്നതിന്റെ തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് എവിടെയെങ്കിലും രാജ്യത്തിനൊരു കുഴപ്പമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടതായി കാണാൻ പറ്റൂല്ല. അബ്ദുൽ നാസർ മഅദനി ഒരിക്കലും പ്രകോപനപരമായി പ്രസംഗിച്ചിരുന്നില്ല. എന്നിട്ട് എന്തുണ്ടായി? മഅദനി ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിച്ചു. ടാടാ പോട്ടാ പോലെയുള്ള നിയമങ്ങളിൽ പെടുത്തി മുസ്ലിമുകളായ ചെറുപ്പക്കാരെ ജയിലിലടച്ച് അവരിൽ മരുന്ന് കുത്തിവെച്ച് അവരുടെ തലച്ചോറിൽ മയക്കുമരുന്ന് തിരികെ കയറ്റി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഭ്രാന്തന്മാരായി വലിച്ചെറിഞ്ഞ കഥ അബ്ദുൽ നാസർ മഅദനി ഇവിടെ വിളിച്ചു പറഞ്ഞു. സംഘപരിവാരം ഇതൊക്കെ ഗൂഢാലോചന നടത്തുമ്പോൾ അതിനൊത്താശ ചെയ്തു കൊടുത്ത ഓരോ രാഷ്ട്രീയ പ്രമുഖന്മാരുടെയും പേര് അബ്ദുൽ നാസർ മഅദനി ഇവിടെ വിളിച്ചു പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന നിയമലംഘനങ്ങളെ പറ്റി അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ബാബരി മസ്ജിദ് തകർക്കുമ്പോ വെറും ഈനാമ്പേച്ചികളെ പോലെ ഇവിടുത്തെ പട്ടാള സംവിധാനത്തെ നിർത്തിയ അധികാരികളെ അബ്ദുൽ നാസർ മഅദനി ചോദ്യം ചെയ്തു. അവരോടൊപ്പം ചേർന്ന ഓരോ മുന്നണികളെയും അബ്ദുൽ നാസർ മഅദനി ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. എന്തിന്റെ പേരിലാ? നീതിബോധമുള്ള ഒരു പൗരനായതിന്റെ പേരില്, ദീനീബോധമുള്ള ഒരു മുസ്ലിം ആയതിന്റെ പേരില്. അതിന് അദ്ദേഹം ഒരു തീവ്രവാദി എന്നാണ് പലരും പേര് വിളിച്ചത്. അതിന് അദ്ദേഹം പ്രകോപനപരമായി പ്രസംഗിച്ചു എന്നാ പേര് വിളിച്ചത്. എന്നാൽ ഞാനും നിങ്ങളും ഒന്ന് തിരിച്ചറിയണം, 990 ഇന്നലകളിൽ അബ്ദുൽ നാസർ മഅദനി കേരളത്തിന്റെ മണ്ണിലൂടെ ഇന്ത്യൻ ജനതയ്ക്ക് ഏതൊരു സംഘപരിവാരത്തിന്റെ മുന്നറിയിപ്പാണോ നൽകിയത്? ആ മുന്നറിയിപ്പൊക്കെ പകൽ വെളിച്ചം പോലെ ഇന്ത്യ രാജ്യത്ത് പുലർന്നു കാണപ്പെടുമ്പോൾ അതെ മഅദനി പറഞ്ഞ ദിവസമെത്തി എന്ന് മാറ്റി പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ വിധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മഅദനി സത്യത്തിലായിരുന്നു എന്നതിന് അതിനപ്പുറം മറ്റൊരു തെളിവെന്തെങ്കിലും വേണോ? മഅദനി പറഞ്ഞതൊക്കെ സത്യമായി ഇവിടെ പുലർന്നു കണ്ടില്ലേ? മഅദനി സംഘപരിവാർ ഭീകരതയെ പറ്റി ഈ രാജ്യത്ത് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു അതൊക്കെ കൃത്യമായി ഇവിടെ നടമാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ പലരും പറയുന്നു മഅദനി പറഞ്ഞത് ശരിയായിരുന്നു, അത് തീവ്രവാദമായിരുന്നില്ല, അത് ഭീകരവാദമായിരുന്നില്ല എന്ന് മാറ്റി പറയേണ്ട അവസ്ഥ വന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായി? അബ്ദുൽ നാസർ മഅദനിയുടെ രാഷ്ട്രീയ മുന്നേറ്റം ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തലവേദന സൃഷ്ടിച്ചു എന്നത് ശരിയാ. കാരണം എന്താ? അവരുടെ രാഷ്ട്രീയ പ്രമാണിത്വം നഷ്ടപ്പെട്ടു പോകും, അവരുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്തുണ്ടായി? 992 അദ്ദേഹം കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന്റെ പേരിൽ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏത് കക്ഷി ഭരിക്കുമ്പോഴായിരിക്കും മറ്റൊരു വിഷയം, അതവിടെ കിടക്കട്ടെ. അതിന്റെ പേരിൽ 998 മാർച്ച് മാസം 30-ാം തീയതി അബ്ദുൽ നാസർ മഅദനിയെ അറസ്റ്റ് ചെയ്തു. കേവലം ഒരു പ്രസംഗത്തിന്റെ പേരിൽ. തൊഗാഡിയ പലതവണ കേരളത്തിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, അശോക് സിംഗാളിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഉമാഭാരതി കേരളത്തിൽ വന്നിട്ട് ഹൈന്ദവരെല്ലാം ഓരോ കത്തികൾ കയ്യിൽ വാങ്ങി വെക്കണമെന്ന് വിട്ട് അറസ്റ്റ് ചെയ്തില്ല. മഅദനിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പലരും പറഞ്ഞത് മഅദനിയെ തന്ത്രത്തിൽ നമ്മൾ കുടുക്കിയെന്ന്. അതൊക്കെ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ കേരള സർക്കാർ ഇടപെടുക എന്ന് പറയുമ്പോ ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത് കൊണ്ടൊന്നുമല്ല, ഇവിടെ ഒരു ഇടതുപക്ഷമായത് കൊണ്ടല്ല. കാരണം മഅദനിയുടെ വിഷയത്തിൽ പാപഭാരം മുഴുവനും ഇടതുപക്ഷത്തിന്റെ മുകളിൽ വെച്ചു കൊടുക്കേണ്ടതില്ല. ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ എല്ലാ മുന്നണികളും അബ്ദുൽ നാസർ മഅദനിയെ കുടുക്കാൻ വേണ്ടി ശ്രമിച്ചതും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അഴുകടമ്പം നടപടി സ്വീകരിച്ചതിന്റെ 100 തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മുമ്മ മരണപ്പെട്ടപ്പോൾ കേരളത്തിലേക്ക് വരാൻ വേണ്ടി പ്രത്യേക അനുവാദം ചോദിച്ചപ്പോ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫാക്സ് അയച്ചു, മഅദനിയെ കേരളത്തിലേക്ക് വിടല്ലേ, അദ്ദേഹം വന്നാൽ ഇവിടെ കുഴപ്പമാവും, അതുകൊണ്ട് ഇടതും വലതും ഒക്കെ അവിടെ നിൽക്കട്ടെ. അബ്ദുൽ നാസർ മഅദനി കേരള രാഷ്ട്രീയത്തിൽ പിടിമുടുക്കുമെന്ന് കണ്ടപ്പോൾ 98-ൽ 6 വർഷം മുമ്പ് ഒരു കേസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കോയമ്പത്തൂർ കേസിൽ കുടുക്കിയതാ നമ്മൾ കണ്ടത്.
പിന്നെ സേലം ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ഏകാന്ത തടവിൽ പാർപ്പിച്ചു. കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. സഹോദരങ്ങളെ അറിയോ, കോയമ്പത്തൂർ കേസിൽ മഅദനിയെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? മഅദനി രാത്രി അവിടെ പോയിട്ട് അദ്വാനി വരുന്നിടത്ത് ബോംബെറിഞ്ഞു, അതിന്റെ പേരിൽ 52 പേര് കൊല്ലപ്പെട്ടു എന്നതുകൊണ്ടല്ല. മഅദനി ബോംബ് ഒളിപ്പിച്ചു വെക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു എന്നതുകൊണ്ടുമല്ല, അല്ലെങ്കിൽ മഅദനി അവരുമായി ഗൂഢാലോചന നടത്തി എന്നതുകൊണ്ടൊന്നുമല്ല. കോയമ്പത്തൂർ കേസിൽ മഅദനിയെ അറസ്റ്റ് ചെയ്യാൻ എന്താ കാര്യം എന്നറിയോ? അതിൽ മഅദനിക്ക് പറഞ്ഞിരിക്കുന്ന കുറ്റം എന്താണെന്നറിയോ? കോയമ്പത്തൂർ കേസിൽ അവിടെ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ അത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ്. ആ സ്ഫോടക വസ്തുക്കൾ അല്ലുമ്മ പ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കാൻ ആളെ നിയമിച്ചത് മഅദനിയാണ്. ആരെയാ നിയമിച്ചെന്നറിയോ? ആർമി രാജു എന്ന് പറയുന്ന ഒരു RSSകാരനെ. ചിന്തിച്ചു നോക്കണേ. ഇപ്പൊ മഅദനിയാണ് തീവ്രവാദി, മഅദനി ഭീകരവാദിയാ, ശിക്ഷ വിധിക്കാതെ ഇങ്ങനെ ജയിലിലിട്ട് ഞങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ വിവരമില്ലായ്മ വിളിച്ചു പറയുന്നവന്മാർ അറിയണം. അബ്ദുൽ നാസർ മഅദനിയെ കോയമ്പത്തൂർ കേസിൽ പിടിച്ചത് ഒരു RSSകാരൻ, തന്നെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച RSSകാരനായ പട്ടാളക്കാരനിലൂടെ പട്ടാള കേന്ദ്രങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് മഅദനിയാണ് കോയമ്പത്തൂർ അല്ലുമ്മ നേതാവിന് പാഷായിക്കൊക്കെ കൊണ്ട് കൊടുത്തതത്രേ. ഇതാണ് കേസ്. എന്നിട്ട് എന്താണെന്നറിയോ? എന്നിട്ട് കുറ്റപത്രം ഇങ്ങനെ വരുമ്പോ മഅദനി 13ഓ 14ഓ സ്ഥാനത്താണ് മഅദനി പ്രതി. ഈ ബോംബ് കൊടുത്തു എന്ന് പറയുന്ന ആർമി രാജു 141ാമത്തെ പ്രതിയാ. നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്ന് പറഞ്ഞാൽ മഅദനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാർട്ടിയോ രാഷ്ട്രീയോ ഒന്നുമല്ല, അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ആ നിലപാട്, ആ ഒരു സംഭവത്തെ ഇവിടെ എതിർക്കണം. സംഘപരിവാരത്തിന്റെ അജണ്ടയായിരുന്നു അത്. സംഘപരിവാരത്തിന്റെ അജണ്ടയായിരുന്നു. പിന്നീട് ഈ ആർമി രാജു തന്നെ താൻ ഒരു RSSകാരനാണ്, താൻ ശാഖകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിക്കറിട്ട ഫോട്ടോ ഒക്കെ കോടതി കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടി വന്നു. അവസാനം അബ്ദുൽ നാസർ മഅദനി ഇവിടെ പറഞ്ഞ പോലെ 16,000-ത്തിലധികം പേപ്പറുള്ള കുറ്റപത്രവാ സമർപ്പിച്ചത്. 16,000 പേപ്പർ ഒക്കെയും തമിഴ് ഭാഷയില. അതൊന്നും മലയാളത്തിലാക്കി തരാൻ പറഞ്ഞിട്ട് പോലും അംഗീകരിച്ചില്ല. 2500 സാക്ഷികളെ വെച്ചിട്ടാണ് മഅദനിയുടെ കേസ് കൈകാര്യം ചെയ്തത്. എന്നാൽ ഈ 2500 സാക്ഷികളെ വിസ്തരിച്ചിട്ട് 16,000 പേപ്പറുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും മഅദനി ഒരു തീവ്രവാദിയാണ്, ഒരു ഭീകരവാദിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ സംഘപരിവാരം നേതൃത്വം കൊടുക്കുന്ന പലർക്കും ഇവിടെ സാധിക്കാതെ പോയി. 9.5 വർഷത്തിന് ശേഷം ഒരു കുറ്റവും ചെയ്യാതെ ആ മനുഷ്യൻ മോചിപ്പിക്കപ്പെട്ടു. സംഭവമൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിട്ടും കേരളത്തിൽ വന്ന് 2-3 വർഷം മാത്രമാണ് മഅദനി ഇവിടെ സ്വസ്ഥമായി ജീവിച്ചത്. സ്വസ്ഥമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോ ഒരു തടിയന്റെ ഇവിടെ നസീറിനെ കൊണ്ടുവരുന്നു, കളമശ്ശേരിയിൽ ബസ് കത്തിച്ച കേസ് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ പാവപ്പെട്ട ഭാര്യയെ ആ കേസിൽ കുടുക്കി. നമ്മൾ ചിന്തിക്ക്, കലി അടങ്ങുന്നോ? എന്നിട്ടും 9.5 വർഷം ജയിലിലിട്ടിട്ട് കലി അടങ്ങിയോ? ഇല്ല. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കേസിൽ കുടുക്കി. നമുക്കറിയാം. ആ പ്രിയപ്പെട്ട സഹോദരി, നിരപരാധിയായ ആ പാവപ്പെട്ട സഹോദരി കേസിൽ കുടുക്കി. മഅദനിയെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു. ആ പാവം സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. 3, 4, 5 ദിവസം അവരെ കസ്റ്റഡിയിൽ വെച്ചു. അവസാനം അവർക്ക് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോ അപ്പോ ഇതാ പുതിയ കേസ് വരുന്നു, ബാംഗ്ലൂർ സ്ഫോടന കേസ്. അങ്ങനെയാണ് മഅദനിയെ വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് എന്താ, മഅദനി അവിടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോ കോടതി പറഞ്ഞു എന്താണെന്നറിയോ? ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മഅദനിക്കെതിരെ വ്യക്തമായ തെളിവുകളൊന്നും ഇപ്പോ ഇല്ല എന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്ത് മാസങ്ങൾക്കുള്ളിലുള്ള സംഭവം, കൃത്യമായ തെളിവുകളൊന്നും ഇപ്പോ ഇല്ല. പക്ഷേ ആരോപിക്കപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അബ്ദുൽ നാസർ മഅദനിയെ പുറത്തുവിട്ടാൽ അത് കേസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റൂല. ഇതൊക്കെ എന്ത് നീതിയാണ്?
ഇതൊക്കെ എന്ത് ന്യായമാണ്? ജാമ്യം എന്ന് പറയുന്നത് ഒരു പൗരന് നൽകപ്പെടേണ്ടെന്ന അവകാശമാണ് എങ്കിൽ മഅദനിയുടെ വിഷയത്തിൽ ആ അവകാശം പോലും ആ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുന്നില്ല. എന്നിട്ട് മഅദനിയുടെ കേസ് കർണാടകയിലെ കോടതി നടത്തുകയാണ്. അങ്ങനെ നാളുകൾക്ക് ശേഷം അദ്ദേഹം രോഗത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പരപ്പന അഗ്രഹ ജയിലിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അബ്ദുൽ നാസർ മഅദനി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാ. ഈ പ്രായത്തിലുള്ള ഒരു മനുഷ്യന് വരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം രോഗം കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടുകയാ എന്ന് പോലീസ് ജയിലിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും മഅദനിയുടെ വിഷയത്തിൽ തീരുമാനമായില്ല. അവസാനം സുപ്രീം കോടതി ഇടപെട്ടു. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കണോ? ഒരു മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? നിങ്ങൾക്ക് ഇതൊന്ന് തീരുമാനമാക്കിക്കൂടെ? അതുകൊണ്ട് 1.5 വർഷത്തിനുള്ളിൽ തീരുമാനമാക്കണമെന്ന് പറഞ്ഞു സുപ്രീം കോടതി. തീരുമാനമായില്ല. വീണ്ടും കേസ് മുന്നോട്ട് പോയി. അവസാനം സുപ്രീം കോടതി ഒരു അന്ത്യശാസനം നൽകി. സുപ്രീം കോടതി ഒരു അന്ത്യശാസനം നൽകി. 3-4 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി കേസ് തീർക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? ഉടൻ തന്നെ കർണാടക സ്പെഷ്യൽ കോർട്ടിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരികയാണ്, മഅദനിയുടെ കേസിൽ UAPA ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് UAPA ചുമത്തപ്പെട്ട കേസുകളൊക്കെ NIA ആണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഇത്രയും നാളിവന്മാരാ കേസ് നീട്ടിക്കൊണ്ടുപോയി. ഒരു മനുഷ്യനെ എല്ലാ നിലയിലും തകർത്താനും തളർത്താനും ശ്രമിച്ച് അവസാനം പറയുന്നു UAPA ചാർത്തിയത് കൊണ്ട് അത് NIA കൈകാര്യം ചെയ്യേണ്ട കേസാ. വീണ്ടും NIAക്ക് കൈമാറി. NIAയുടെ കോടതി ആദ്യം മുതൽ വീണ്ടും സാക്ഷി വിസ്താരം നടത്തണം. സാക്ഷികൾ എന്നൊക്കെ പറഞ്ഞ എന്താ? ഈ പറഞ്ഞ പോലെ കൊടകില് ഇഞ്ചിത്തോട്ടത്തിൽ പോയി മഅദനി ക്ലാസ് എടുത്തൂത്രേ എങ്കിൽ മഅദനിക്ക് അതിന് ഒത്താശ ചെയ്തു കൊടുത്ത സദാസമയം മഅദനിയോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ കേസില്ലയോ? അവരെ അവരുടെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചോദിക്കാൻ പാടില്ല. പോലീസുകാരെയൊക്കെ വെട്ടിച്ച് ഒറ്റക്കാലനായ മഅദനി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നടത്തിയതുപോലെ കേരളത്തിൽ നിന്ന് ഇഞ്ചിത്തോട്ടത്തിലേക്ക് പോയത്രേ. എന്നിട്ട് അവിടെ ക്ലാസ് നടത്തി. അവിടുന്ന് കൊണ്ടുവന്ന സാക്ഷികളൊക്കെ റഫീഖ് എന്ന് പറയുന്ന ആള് ആദ്യം മഅദനിയെ ഞാൻ അവിടെ കണ്ടു എന്ന സാക്ഷി പറഞ്ഞാള് പിന്നീട് കോടതിയിൽ വന്നു പൊട്ടിക്കരഞ്ഞു, ഇല്ല ഞാൻ മഅദനി അവിടെ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതെന്ന് കോടതി ചോദിച്ചപ്പോ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്, പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയിപ്പിച്ചതാ, എനിക്കെതിരെ കേസെടുക്കും, കള്ളക്കേസിൽ കൊടുക്കും, തീവ്രവാദിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ആലുവയ്ക്കടുത്തുള്ള ജോർജ് എന്ന ക്രൈസ്തവ സഹോദരൻ പറഞ്ഞു, പോലീസ് എന്നെ എവിടെയൊക്കെ ഒപ്പിടിയിപ്പിച്ചു എന്നല്ലാതെ എന്താണെന്ന് എനിക്കറിയില്ല. ഇവര് പറയുന്നത് പോലെ ഒരു സാഹചര്യ തെളിവുകളും എന്റെ പക്കലില്ല, ഞാനൊന്നും കണ്ടിട്ട് പോലുമില്ല. ഇങ്ങനെയുള്ള കള്ളസാക്ഷികളാണ് മുഴുവനും. ഇവരെ മുഴുവനും ആദ്യം മുതൽ NIA കോടതിക്ക് വിസ്താരം നടത്തണം. അങ്ങനെ ആ വിസ്താരമൊക്കെ തുടങ്ങി. അതുമൊക്കെ ഏറ്റവും അവസാനിക്കുമെന്നാകുമ്പോ നാം അറിയണം സഹോദരങ്ങളെ, രാജ്യത്ത് ഇത്രയേറെ നീതി നിഷേധിക്കപ്പെട്ട ഒരു പൗരനുണ്ടോ? മഅദനിയുടെ കേസ് കൈകാര്യം ചെയ്ത ജഡ്ജി അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റി. പെട്ടെന്ന് ജഡ്ജി ഇല്ല എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം മഅദനി ഹാജരായതും വിസ്താരം നടന്നതും ഒക്കെ ജഡ്ജി ഇല്ലാത്ത കോടതിയില. അങ്ങനെ ഒരു പ്രഹസനം സൃഷ്ടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും പുതിയ ജഡ്ജി വന്നു. അയാൾക്കും കേസ് ആദ്യം മുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, അപ്പോഴൊക്കെ രോഗത്തിന്റെ പേരിൽ ബഹുമാനനായ മഅദനി ഉസ്താദിന് ഒരു ഇളവ് കൊടുത്തിരുന്നു. അദ്ദേഹം ഹാജരാകേണ്ട ദിവസം അറിയിക്കാം, അപ്പ മാത്രം ഹാജരായാൽ മതിയെന്ന്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയൊക്കെ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ടാകും. അത്യുഷ്ണമുള്ള സമയത്ത് പോലും ശരീരം കിടുകിട വിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് അബ്ദുൽ നാസർ മഅദനിയുടെ ശാരീരികാവസ്ഥ ആശങ്കാജനകമായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ പോലും ഹോസ്പിറ്റൽ അധികൃതരുടെ വാക്കുകൾ പോലും മാനിക്കാതെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് പുതിയ തീരുമാനം വന്നിരിക്കുന്നു, ഇനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കേസ് എടുക്കുന്ന ദിവസം മുഴുവൻ മഅദനി കോടതി വരണമെന്ന്. അല്ലാതെ ഒരു PDP നേതാവായത് കൊണ്ടൊന്നുമല്ല. ഇത്രയും ഒക്കെ പീഡനം ഒരു മനുഷ്യൻ സഹിച്ചു.
ഇതിന്റെ ഭാഗത്തിൽ ഈ കേസുമായിട്ടൊക്കെ ഓടി നടന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവുണ്ട്. അൻവാർ ശേരിക്കടുത്ത് തോട്ടുവാൽ മനസ്സിൽ നമ്മൾ പോയാൽ അബ്ദുസ്സമദ് മാസ്റ്റർ എന്ന വയോവൃദ്ധനായ മനുഷ്യനെ കാണാം. ശരീരം തളർന്നൊരു വീൽ ചെയറിൽ അവരിയ്ക്കുന്നുണ്ട്. അദ്ദേഹം മഅദനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവ് ഈ മാർഗത്തിൽ തന്റെ മകന്റെ പരിപൂർണ മോചനം സ്വപ്നം കണ്ട് കഴിഞ്ഞുകൂടി ആ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നത്, ഒരു മനുഷ്യന് നീതി നിഷേധിക്കുന്നത്, ഒരു മനുഷ്യന് കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ പിച്ചു ചീന്തുന്നത് അബ്ദുൽ നാസർ മഅദനി ഒരു പീഡിപ്പിക്കാരനായതുകൊണ്ടല്ല, അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല, അദ്ദേഹം ഒരു മതപ്രഭാഷകനായതുകൊണ്ടല്ല. പിന്നെയോ 990കളുടെ ഇന്നലത്തിൽ അദ്ദേഹം തിരികൊളുത്തി വെച്ച സംഘപരിവാർ വിരുദ്ധ സിദ്ധാന്തമെന്ന ഒരു പ്രത്യയ ശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് സംഘപരിവാരം എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, സംഘപരിവാരത്തിന്റെ അപകടങ്ങൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തതിന്റെ പേരിൽ എല്ലാവരും സംഘപരിവാരത്തെ ഭയന്നുകൊണ്ട് ബാബരി എന്ന പേര് പോലും പറയാൻ മടിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തില് ബാബരിക്ക് വേണ്ടി പ്രസംഗിച്ചത് കൊണ്ട് മാത്രം 100-ലധികം കേസുകൾ തന്റെ മേലെടുത്തതെങ്കിൽ 100 1000 ആയിക്കൊള്ളട്ടെ, എന്നാലും ഞാനിത് അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആർജവമുള്ള ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാരം ഈ നിലയിൽ ആ പാവപ്പെട്ട മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കാരാളിമുക്കിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, സംഘപരിവാർ ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിലാണ് ഒരു അബ്ദുൽ നാസർ മഅദനിയെ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ മഅദനി തീർന്നു പോയത് കൊണ്ടൊന്നും നിങ്ങൾക്കെതിരെയുള്ള ശബ്ദം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഒരു മഅദനി മരണപ്പെട്ടാലും ആയിരക്കണക്കിന് മഅദനിമാർ നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതായ ഒരവസ്ഥ ഈ രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടൊന്നും മഅദനിയെ ജയിലിൽ അടച്ചത് കൊണ്ടോ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തത് കൊണ്ടോ ഒന്നും ഇവിടുത്തെ ന്യൂനപക്ഷ ദലിത് സമൂഹത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം തീരൂല. അങ്ങനെയൊക്കെ ചില ചിന്തയുണ്ട്. മഅദനി അങ്ങ് തീർന്നാ തീരുവല്ലോ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമുണ്ട് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ. അന്ന് അബ്ദുൽ നാസർ മഅദനി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ മഅദനിയുടെ മോചനത്തിന് വേണ്ടി പണ്ഡിതന്മാർ രംഗത്ത് വരണമെന്ന് പറഞ്ഞിട്ടാ തിരുവനന്തപുരം ഇമാംസ് കൗൺസിൽ എന്ന പേരിൽ ഒരു പണ്ഡിത കൂട്ടായ്മ തുടങ്ങിയത്. അൽഹംദുലില്ലാ പിന്നീട് കേരള ഇമാംസ് കൗൺസിലായി. ഇന്ന് മഅദനിക്ക് വേണ്ടി തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം രാജ്യത്തിന്റെ 17-ൽ പരം സംസ്ഥാനങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എങ്കിൽ സംഘപരിവാരം തിരിച്ചറിയുക, ഇങ്ങനെ നിങ്ങൾ ചെയ്തതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന അബ്ദുൽ നാസർ മഅദനിമാർ ആയിരക്കണക്കിന് ഇവിടെ ജന്മമെടുക്കുക തന്നെ ചെയ്യും. പിന്നെന്താ സംഘപരിവാരത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ്? സംഘികൾ അവരുടെ പ്രവർത്തനം എന്താ? സുലൈമാൻ ദാരിമി സുന്ദരമായി ഇവിടെ അവതരിപ്പിച്ചു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോ അമിത്ഷാ ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കേരളം, ഇന്ത്യ മുഴുവനും NRC കൊണ്ടുവരും അത്രേ, ഇന്ത്യ മുഴുവനും NRC കൊണ്ടുവരും അത്രേ. അതൊക്കെ അങ്ങനെ അങ്ങ് നടക്കുവോ? ഇന്ത്യ മുഴുവനും NRC ഒക്കെ നടപ്പിലാക്കാൻ പറ്റുമോ? ഇയാൾ ഇങ്ങനെ ഓരോ നിയമങ്ങള്, CAB എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നു, പൗരത്വ പട്ടികയിലെ ഭേദഗതി കൊണ്ടുവന്നു. എന്നിട്ട് എന്താ അതിൽ പറഞ്ഞത്? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള നാടുകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് കുടിയേറി പാർത്തിരിക്കുന്ന മുസ്ലിം ഹൈന്ദവർക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും ഏകദേശം 12 വർഷത്തോളം ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ പൗരത്വം കൊടുക്കും. പക്ഷേ മുസ്ലിങ്ങൾക്ക് കിട്ടൂല, മുസ്ലിമീങ്ങൾക്ക് കിട്ടൂല. അത് പിന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അവന്റെയൊക്കെ അടുത്ത് പേപ്പറും കൊണ്ടുപോയി അപേക്ഷിച്ചിട്ട് ജീവിക്കണോ, അതല്ല ഇവിടെ പോരാട്ടത്തിന്റെ മനസ്സോടുകൂടി ജീവിക്കണോ എന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾക്കറിയാം. അത് മറ്റൊരു വിഷയം. പക്ഷെ നമ്മൾ ചിന്തിക്ക്, ഈ NRC എന്ന് പറയുന്ന നിയമം പോലും ആസാമിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാ. 970-നും 80-നും ഇടയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്ന സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് കുറെ ആളുകൾ ആസാമിലേക്ക് നുഴഞ്ഞു കയറിയത്രേ. അങ്ങനെ അവരെയൊക്കെ ഇവിടെ നിന്ന് പിടികൂടാൻ വേണ്ടിയിട്ടാണ് NRC എന്ന നിയമം.
അത് പിന്നെ മുസ്ലിങ്ങൾ വന്നവരൊക്കെ നുഴഞ്ഞു കയറ്റക്കാരും ബാക്കിയുള്ളവരൊക്കെ കുടിയേറ്റക്കാരുമായിട്ടൊക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ആസാമിലേക്ക് നുഴഞ്ഞു കയറിയ ആളുകൾ, ആ ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് NRC എന്നൊരു നിയമം വന്നിരിക്കുന്നതെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പ്രസംഗിക്കുമ്പോ അത് കേരളത്തിലേക്ക് ഏത് രാജ്യത്തിൽ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറിയിട്ട എന്ന് ചോദിക്കാനുള്ള മനസ്സെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകണ്ടേ? അതങ്ങനെ അങ്ങ് നടപ്പിലാക്കാൻ പറ്റുമോ? ഇയാള് വിചാരിച്ച അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാ എന്താ? ആളുകളെ പേടിപ്പിക്കുക. ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ ചിദംബരം കിടക്കുന്നത് കണ്ടോ, കർണാടകയിൽ ശിവകുമാർ കിടക്കുന്നത് കണ്ടോ, ഇനി പലരും കിടക്കേണ്ടി വരും ഇതുപോലെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ സാംസ്കാരിക നായകന്മാർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയപ്പോൾ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു, രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ സംഘപരിവാരത്തെ ആദ്യം ചോദ്യം ചെയ്യാൻ പാടില്ല, സംഘപരിവാരത്തിനെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല. അവരുടെയൊക്കെ നാവടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, അതിന്റെ ഒരു ഭാഗമാണ് മഅദനിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ജയിലിലടച്ച് ഇല്ലാതെയാക്കുക. ഇപ്പോ ശാരീരികമായി തളർത്താനുള്ള കാരണം മാനസികമായി തളർത്താൻ പറ്റൂല എന്ന് ഇവർക്ക് മനസ്സിലായി. 20 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടും മഅദനിയെ മാനസികമായി തളർത്താൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഇനി ശാരീരികമായി ഇല്ലായ്മ ചെയ്യാം. കാശ്മീരിന്റെ സംഭവമൊക്കെ നമുക്കറിയാലോ. കാശ്മീരിന്റെ സ്വയം ഭരണാവകാശം എടുത്തു കളഞ്ഞ്, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ്, അവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങളെയൊക്കെ നിശ്ചലമാക്കി, അവിടെ സംഘപരിവാരത്തിന്റെ കാവിക്കളസം ധരിച്ച പട്ടാളം പറന്നിറങ്ങി, അവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഴുവനും അവിടുന്ന് അവരെയെല്ലാം ഒഴിച്ചെടുത്തിട്ട് ഇപ്പൊ ഇവരുടെ ഇഷ്ടം പോലെ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും നടക്കും എന്നൊരു പ്രതീതി, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീതി ഇത് സൃഷ്ടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ സംഘപരിവാരത്തിന്റെ ഒരു ബാലികേറാ മലയായി നിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക് പോലും ഒരുപക്ഷേ നാളെ സംഘിപ്പട്ടാളം പറന്നിറങ്ങിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാളത്തെ ഉപയോഗിച്ച് കേരളത്തിന്റെ മന്ത്രിസഭയും മന്ത്രിമാരും മുഴുവനും മരവിപ്പിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീതിയാണ്, ഒരു ഭീതിജനകമായ അവസ്ഥയാണ്, ഒരു മുന്നറിയിപ്പാണ് അമിത്ഷായ്ക്കും സംഘപരിവാരത്തിനും ഇവിടെയുള്ള ജനങ്ങളോട് വിളിച്ചു പറയാനുള്ളതെങ്കിൽ കുഞ്ഞാലി മരക്കാന്മാരുടെ പിന്തലമുറക്കാർക്ക് പറയാനുള്ളത്, ആലി മുസ്ലിയാക്കന്മാരുടെ പിന്തലമുറക്കാർക്ക് പറയാനുള്ളത്, ഇവിടെ ജാതീയതക്കെതിരെ പോരാട്ടം നടത്തിയ അയ്യങ്കാളിയുടെ പിന്തലമുറക്കാർക്ക് പറയാനുള്ളത്, കാശ്മീരിലെ നടത്തിയതുപോലെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജാതീയതയെ വലിച്ചെറിഞ്ഞുകൊണ്ട്, മതങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, രാഷ്ട്രീയത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികളായ സംഘപരിവാരത്തെ കേരളത്തിന്റെ മക്കൾ നേരിടുമെന്നുള്ളത് സംഘപരിവാരം കൃത്യമായി അറിഞ്ഞുകൊള്ളുക. ഒരു ഭീഷണിപ്പെടുത്തുക. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരുപാട് പേടിയുള്ള ആളുകളുണ്ട്. അവരുടെ വിചാരം എല്ലാവർക്കും അവരെ പോലെ പേടിയാന്ന്. നമ്മൾ രാത്രി ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമുക്കറിയാലോ, നമ്മുടെ പിന്നിൽ പട്ടികള്, തെരുവ് നായ്ക്കളും കുരച്ചുകൊണ്ട് വരും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ പേടിച്ചു പോയാൽ പിന്നെയും നമ്മുടെ പുറകെ വരും. എന്നാൽ നമ്മൾ ആ ബൈക്കൊന്ന് നിർത്തിയാലോ ഇവരൊക്കെ തിരിഞ്ഞോടും എന്ന് പറയുന്നത് പോലെ നിൽക്കേണ്ട പോലെ നമ്മളൊന്ന് നിന്നാൽ തിരിഞ്ഞോടാൻ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ. കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. ഇത് അബ്ദുൽ നാസർ മഅദനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. കാരണം നമുക്കറിയല്ലോ, കാശ്മീരിലെ അടിയന്തരാവസ്ഥയൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ 140 പിഞ്ചു മക്കളെ പോലും ജയിലിലടച്ചിട്ട് 4000-ഓളം പൗരന്മാരെ പോലും കാണാനില്ല. സ്ത്രീധനങ്ങളെ പട്ടാളം പ്രഹ്ലാദ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിൽ കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വെറും 50 ദിവസം അവരെ ജയിലിലടച്ചു. നമുക്കറിയല്ലോ സംഭവം. 50 ദിവസം ജയിലിലടച്ച് അത്യാവശ്യ ചില പീഡനത്തിന്റെ ചിത്രങ്ങളും മുറകളും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ കാശ്മീരിലെ നേതാക്കന്മാരൊക്കെയും രാഷ്ട്രീയ പ്രമുഖന്മാരൊക്കെയും സംഘപരിവാരത്തിന് ബോണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഞങ്ങൾ കാശ്മീരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല, ഇനി ഞങ്ങൾ കാശ്മീരിൽ നീതി നിഷേധത്തിന്
സമൂഹത്തിനെതിരെ ശബ്ദിക്കില്ല. എന്നാൽ സംഘപരിവാരം തിരിച്ചറിയുക, കാശ്മീരിൽ 50 ദിവസം ജയിലിലടച്ചപ്പോൾ നിങ്ങൾക്ക് മാപ്പഴുതി തന്ന നേതാക്കന്മാരെയാണ് കണ്ടതെങ്കിൽ 50 ദിവസമല്ല 50 വർഷം അബ്ദുൽ നാസർ മഅദനിയെ ജയിലിലടച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്റെ നിലപാടിൽ നിന്ന് മാറാൻ, നിങ്ങൾക്ക് മാപ്പഴുതി തരാൻ അബ്ദുൽ നാസർ മഅദനി തയ്യാറാകുന്നതല്ല. എന്താ ഒരു ശബ്ദ സന്ദേശം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊന്നും അധികം പറയാനും ആഗ്രഹിക്കുന്നില്ല. ഒരുത്തൻ എവിടെയെങ്കിലും കിടന്നു കൊരച്ചു എന്നും പറഞ്ഞ് നമ്മൾ കൂടെ കൊരയ്ക്കുക, ഇത് ഇസ്ലാമിന് ചേർന്ന ഒരു സംസ്കാരമല്ലല്ലോ. നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ ഉസ്താദുമാര് നമ്മളെ എങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്താ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന് ഇങ്ങനെ ഞങ്ങൾ ഇട്ടേക്ക് ആ ജയിലില്, സുപ്രീം കോടതി വിധിക്കുന്നത് വരെ അയാൾ ഇങ്ങനെ ജയിലിൽ കിടന്ന് നരകിക്കട്ടെ. എടാ നീയൊക്കെ എന്ത് കരുതി, നീയൊക്കെ എന്ത് കരുതി? എടാ പൊന്നുമോനെ, ഇത് പാരമ്പര്യം നേറെയാ. ജയിലെന്ന് എഴുതി കാണിക്കുമ്പോ മുട്ടുപറച്ചു മാപ്പെഴുതി കൊടുത്ത നിന്റെയൊക്കെ ഗുരുജിയുടെ പാരമ്പര്യമല്ല ഇത്. ഇത് അബ്ദുൽ നാസർ മഅദനിയാ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ച് ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോ അഹദ് അഹദ് എന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ നിലപാടിൽ നിന്ന് മാറാത്ത ബിലാൽ ഇബ്നു റബാഹയുടെ ചരിത്രം കേരളത്തിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് വേദികളിൽ പ്രസംഗിച്ച അബ്ദുൽ നാസർ മഅദനിയുടെ ചരിത്രമായത്. നീ എന്ത് കരുതിയടാ മോനെ? നിന്റെയൊക്കെ ഗുരുജിമാരുടെ പാരമ്പര്യമാ ഞങ്ങളുടെ മഅദനി ഉസ്താദിന്റെ പാരമ്പര്യം എന്ന് വിചാരിച്ചോ? ആലി മുസ്ലിയാരുടെയും കുഞ്ഞാലി മരക്കാന്മാരുടെയും മമ്പറം തങ്ങളുടെയും സൈനുദ്ദീൻ മഖ്ദൂമാരുടെയും പാരമ്പര്യം ഉൾക്കുന്ന അബ്ദുൽ നാസർ മഅദനിയെ 1000 കൊല്ലം ജയിലിലടച്ചാലും അദ്ദേഹത്തിന് ഒരു ചുക്കുണ്ടാവില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. മഅദനി അങ്ങോട്ട് ജയിലടച്ചിട്ട് പീഡിപ്പിക്കുകയാണ്. നമ്മളൊരു കാര്യം നമ്മളൊക്കെ മഅദനി മോചിതനാകണം, അദ്ദേഹം പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്യും, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നാം മഅദനി ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കേ, ഈ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കലാണ് എന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറയും. അതാ ചങ്കൂറ്റം. അത് RSSന്റെ ശാഖകളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതല്ല. അത് പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം, അത് പഠിക്കണമെങ്കിൽ ഹദീസ് പഠിക്കണം, അത് പഠിക്കണമെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കണം. ഇതൊക്കെ കൈകാര്യം ചെയ്താൽ അബ്ദുൽ നാസർ മഅദനി. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒടുങ്ങി പോവില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും തീർന്നു പോകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഅദനിയുടെ മോചനത്തോടൊപ്പം തന്നെ മഅദനി നമ്മെ പഠിപ്പിച്ച ഒരാർജവുണ്ട്. ഒരാളുടെ മുന്നിലും ഭയപ്പെടരുത് മക്കളെ, ഒരു സംഘപരിവാരത്തെയും ഭയപ്പെടരുത് മക്കളെ. കേരളത്തിന്റെ മണ്ണിൽ ബഹുമാനനായ മഅദനി ഉസ്താദ് എത്ര വേദികളിലാണ് വിളിച്ചു പറഞ്ഞത്, ഫലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅ്ലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല, നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല. നിങ്ങൾ നിന്ദരല്ല, നിങ്ങൾ നിസാരരല്ല. വഅൻതുമുൽ അഅ്ലൂൻ, നിങ്ങളാണ് അത്യുന്നതങ്ങളുടെ സോപാനങ്ങളിൽ വിരാജിക്കേണ്ടവരെന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ബഹുമാനനായ മഅദനി ഉസ്താദ് നമ്മുടെ മുന്നിൽ പ്രഭാഷണം നടത്തിയെങ്കിലും എന്റെ കാരാളി മുക്കിലെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, തത്സമയം ഈ പ്രഭാഷണ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഅദനിയുടെ ആർജവം നമ്മൾ ഏറ്റെടുക്കാം. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഒരു സംഗീതലവന്മാരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു RSSന്റെയും സർസംഘ ചാലകനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു പ്രധാനമന്ത്രിയെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, അതേ ഒരു ആഭ്യന്തരമന്ത്രിയെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു കരി നിയമങ്ങളെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. നമ്മൾ കർമ്മരംഗത്തേക്ക് ധർമ്മസമരത്തിന്റെ പതാകകളുമായി കടന്നു വരേണ്ടവരല്ലേ. കേരളത്തിന്റെ മണ്ണുകളിൽ ബഹുമാനരായ മഅദനി ഉസ്താദ്
പാരായണം ചെയ്ത ആയത്തുകൾ നമ്മൾ ഹൃദയത്തിൽ ഇട്ടെടുക്കട്ടെ. വബാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുൻക വലിയാ വജ്അൽ ലനാ മിൻ ലദുൻക നസീറാ. അടിച്ചമർത്തപ്പെടുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നീതി നിഷേധിക്കപ്പെടുന്ന സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അലമുറയിട്ട് കരയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നിയമ പോരാട്ടങ്ങൾക്കായി നിങ്ങൾ കർമ്മരംഗങ്ങളിലേക്ക് ധർമ്മസമരത്തിന്റെ പതാകകളുമായി കടന്നു വരുന്നില്ല എന്ന അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് എന്നെയും നിങ്ങളെയും വിരോധത്തമായ പോരാട്ടങ്ങളിലേക്ക് കൈപിടിച്ചിറങ്ങാൻ ആഹ്വാനം ചെയ്ത ബഹുമാനനായ മഅദനി ഉസ്താദിന്റെ ആർജവമുണ്ടല്ലോ, ഈ ആർജവം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റട്ടെ. മുസ്ലിമേ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹദ്ദല്ലാഹു വറസൂലുഹു. തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയെടുത്ത് വെച്ചിട്ട് ഹബീബായ മുത്ത് റസൂലിന്റെ മുമ്പിലേക്ക് ഉടവാളിൽ കുത്തുയർത്തിപ്പിടിച്ച കടന്നു വന്ന ബഹുമാനനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ആ അബൂ ഉബൈദയുടെ ചരിത്രം പഠിപ്പിച്ചു തന്നിട്ട് ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അധർമ്മകാരികളോട് സന്ധിയാകാൻ വിശ്വാസിക്ക് പറ്റുകയില്ല. അവര് അല്ലാഹുവിന്റെ സൈന്യമാണ്, അല്ലാഹുവിന്റെ സൈന്യമാണ് വിജയിച്ചവരെന്ന് പറഞ്ഞിട്ട്, മക്കളെ, അതുകൊണ്ട് നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത അബ്ദുൽ നാസർ മഅദനി, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത അബ്ദുൽ നാസർ മഅദനി, ആ മഅദനി ഉസ്താദിന്റെ മോചനം നമ്മുടെ ഒരു ലക്ഷ്യമായി കാണുന്നതോടൊപ്പം ആ മഅദനി എന്ന മഹാമനുഷ്യൻ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചതെന്താ? നിർഭയത്വമെന്ന, നിഷ്കളങ്കമെന്ന ആ ഒരു യഥാർത്ഥ ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ നാഥനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മഅദനി നമുക്ക് പകർന്നു നൽകിയ ആർജവം ഞാൻ പറയട്ടെ. ഞാൻ ഖുർആനൊക്കെ ഓതി പ്രഭാഷണം നടത്തിയത് കൊണ്ട് ഇത് മുസ്ലിമുകളുടെ മാത്രം വേദിയായി നിങ്ങൾ കാണല്ലേ. നിങ്ങൾ അങ്ങനെ കാണരുത്, ഒരിക്കലും കാണരുത്. മറിച്ച് മഅദനി എന്ന ഇന്ത്യ രാജ്യത്ത് ഒരു പൗരൻ അനുഭവിക്കുന്ന പ്രശ്നം ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും പ്രശ്നം തന്നെയാണ്. ഇതിന് കാരണക്കാർ സംഘപരിവാരമാണ് എങ്കിൽ എന്നെ കേൾക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ നല്ലവരായ സഹോദരങ്ങളോടുണ്ട് എങ്കിൽ പറയട്ടെ, ഇവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും ഒരു പ്രശ്നവുമില്ല പൗരത്വ പട്ടിക വന്നാൽ എന്നൊക്കെ അമിത്ഷാ പറയുമ്പോ നിങ്ങളൊന്നും കരുതണ്ട, അതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോയി എന്ന്. കാരണം സംഘപരിവാരത്തിനൊരു രക്ഷയുണ്ട്. 925 സുലൈമാൻ ദാരിമി പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവർക്ക് 2025 ഇന്ത്യ രാജ്യം ഒരു പരിപൂർണ ഹിന്ദുസ്ഥാൻ, ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റേണ്ടുന്നതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ 1 നാഷൻ 1 ലാംഗ്വേജ്, 1 നാഷൻ 1 ഇലക്ഷൻ, ഇനിയിപ്പോ 1 നാഷൻ 1 റിലീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രംഗത്ത് വരും. പക്ഷേ തിരിച്ചറിയുക, സംഘപരിവാരം സ്വപ്നം കാണുന്നത് ബ്രാഹ്മണ ആധിപത്യമുള്ള, സവർണ ആധിപത്യമുള്ള സാധാരണക്കാരായ ഹിന്ദുക്കളെന്ന് നമ്മൾ എല്ലാവരെയും കാണാറുണ്ട്. പക്ഷേ സംഘപരിവാരം ഹിന്ദുക്കളായി കാണുന്നത് ഇവിടുത്തെ ബ്രാഹ്മണന്മാരെ മാത്രമാണ്. ജനങ്ങളെ പല തട്ടിലാക്കിയിട്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട്, ക്ഷത്രിയൻ എന്ന് പറഞ്ഞിട്ട്, വൈശ്യൻ എന്ന് പറഞ്ഞിട്ട്, ശൂദ്രൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങളെയൊക്കെ അടിച്ചമർത്താൻ അല്പം മുമ്പ് മഅദനി എന്ന മനുഷ്യസ്നേഹിയെ പറ്റി ഇവിടെ പ്രസംഗിച്ച നമ്മുടെ സുഭാഷ് എന്ന സഹോദരൻ അദ്ദേഹത്തെ വേദിയിലിരുത്തി നമ്മൾ ആദരിച്ചു, അദ്ദേഹത്തിന് അവസരം കൊടുത്തു. പക്ഷേ സംഘപരിവാരം സ്വപ്നം കാണുന്ന ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടെ പുലർന്നു കണ്ടാൽ ഈ സുഭാഷ് എന്ന സഹോദരനോ അദ്ദേഹത്തിന്റെ ജാതിയിലും കുടുംബത്തിലും പെട്ടവർക്കോ ഇവിടെ ഒരു പരിഗണന ഉണ്ടാവില്ല. കാരണം ബ്രാഹ്മണന്മാരല്ലാത്തവരൊക്കെയും ഇവിടുത്തെ താഴ്ന്ന ജാതികാരൊക്കെ മലം ചുമക്കാൻ വിധിക്കപ്പെട്ടവരാണ്, ചെരുപ്പ് കുത്താൻ വിധിക്കപ്പെട്ടവരാണ്. അതിനെയാണ് പിന്നാസ്ത്രമാദനെ എതിർത്തത്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വേണ്ട. അപർണന് അധികാരം ഉണ്ടാകണം, പീഡിപ്പിക്കപ്പെടുന്നവന് മോചനം ഉണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങള്, മഅദനി ഉൾപ്പെടെ ഈ രാജ്യത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ, അത് കാശ്മീരിലെ ജനങ്ങളായാലും, അത് ആസാമിലെ ജനങ്ങളായാലും, അത് ഗുജറാത്തിലെ ഉനയിൽ പശുവിന്റെ തോലുരിച്ചു, ചത്തുപോയി പുഴുവെടുത്ത പശുവിന്റെ തോലുരിച്ചു എന്ന കാരണത്താൽ സംഘപരിവാരം പട്ടാപ്പകല് പൊരുവെയിലത്ത് പോസ്റ്റിൽ കെട്ടിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിച്ചടിച്ച് ശരീരം പൊട്ടിച്ച ദലിത് കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങളായാലും, അത് ഹരിയാനയിൽ പ്രിയ
പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം ചെറ്റക്കൂരയിൽ കിടന്നുറങ്ങുമ്പോ ആ ചെറ്റക്കൂരക്ക് തീ കൊളുത്തിയിട്ട് തൊട്ടടുത്ത ദിവസം കരിഞ്ഞ് കരിക്കട്ടയായ 2 പിഞ്ചോമന മക്കളുടെ ചിത്രം കാണേണ്ടി വന്നു എങ്കിൽ ആ ചിത്രത്തിൽ കണ്ട ദലിത് കുടുംബത്തിലെ മക്കളായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു തുറന്ന പ്രദേശത്ത് മലമൂത്ര വിസർജനം നടത്തിയതിന്റെ പേരിൽ 10ഉം 11ഉം വയസ്സുള്ള 2 പിഞ്ചു മക്കളെ അടിച്ചു കൊന്നു. അതിനുശേഷം നമ്മൾ കേട്ടില്ലേ 1.5 വയസ്സുള്ള ഒരു പൊന്നുമോൻ നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ, നമ്മുടെ മക്കളൊക്കെ ഇല്ലേ, കാല് തെറ്റിയൊന്ന് വീണാ നമുക്ക് നോവൂല്ലേ, ആ മക്കളൊന്ന് കരഞ്ഞാ നമുക്ക് നോവൂല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ. ദലിത് കുടുംബത്തിൽപ്പെട്ട 1.5 വയസ്സുള്ള ഒരു പൊന്നുമോൻ, ആ പൊന്നുമോന് മൂത്രം ഒഴിക്കാൻ തോന്നിയപ്പോ അവനൊരു പൊതുവഴിയിലിരുന്ന് മൂത്രം ഒഴിച്ചു. 1.5 വയസ്സുള്ള പൊന്നുമോനെ പോലും അതിക്രൂരമായി തള്ളിക്കൊന്നു കളഞ്ഞ ഈ സംഘപരിവാരം, ഇവരാണോ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്? അതുകൊണ്ട് തിരിച്ചറിയുക, സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ഇവിടുത്തെ മുസ്ലിമുകളും ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ രംഗത്ത് വരണം. അബ്ദുൽ നാസർ മഅദനിയുടെ മോചനം അതേപോലെ നമ്മുടെ ഒരു ലക്ഷ്യമാകണം. അതിന്റെ പ്രവർത്തനത്തിന്റെ മേഖലയിൽ നമ്മൾ ഉണ്ടാകണം. അൽഹംദുലില്ലാ, ധീരതയോടെ ധൈര്യസമേതം വലിയ പല മഹല്ലുകൾ ഉണ്ടായിട്ടും പല സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും പലരും മിണ്ടിയിട്ടില്ല. മൈക്കിന്റെ മുന്നിൽ മണിക്കൂറുകളോളം പ്രഭാഷണം നടത്താൻ പറ്റുന്നവർ ആരും ഇതുവരെ ഒന്ന് ശബ്ദം ഉയർത്തിയിട്ടില്ല, നാക്കുയർത്തി മഅദനി എന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോഴും അൽഹംദുലില്ലാ അതിന് തന്റെ ഇടം കാണിച്ച, അതിന് ധീരത കാണിച്ച, അതിനുള്ള ആർജവം കാണിച്ച ഈ കാരാളിമുക്ക് മുസ്ലിം ജമാഅത്തിന്, ഇതിന്റെ ഭാരവാഹികൾക്ക്, ഇതിന്റെ ബഹുമാനനായ ഖത്തീബ് ഫൈസി ഉസ്താദ് അവർക്ക്, ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനനായ കാരാളി ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുലൈമാൻ ദാരിബി, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും അവസാനം വരെയും ക്ഷമയോടുകൂടി ഇതിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പടച്ചവൻ നല്ല പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി ഇൻഷാ അല്ലാഹ് ഈ കാരാളിമുക്കിന്റെ മണ്ണിൽ ഇതിനേക്കാൾ വലിയൊരു ജനസഞ്ചയവുമായി നാം ഒന്നു ചേരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനനായ അബ്ദുൽ നാസർ മഅദനി ഈ വേദിയിലിരുന്ന് മണിക്കൂറുകളോളം പ്രസംഗിക്കുന്നത് കാണാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.